ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കാണ് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ സ്കാർഫ് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കോണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ മുഖത്തിൽ നിൽക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ, നമ്മൾ സ്കാർഫ് ഇടുമ്പോൾ ഇതുപോലെ ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ വെക്കുമെങ്കിലും നമ്മൾ എവിടേക്കെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ചെരിവ് ചിലപ്പോൾ ഇങ്ങനെയാവും, ചിലപ്പോൾ ഇങ്ങനെയാവും, ചിലപ്പോൾ ഇതിങ്ങനെ മേലോട്ട് പോവും, താഴോട്ട് വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അല്ലേ. അത് ഓരോ സ്കാർഫിനും ഇപ്പോൾ കോട്ടൻ്റെ ഒക്കെ സ്കാർഫ് ആണെങ്കിലും അത് അതുപോലെ തന്നെ കിടക്കും. ഉള്ളിൽ ടെർബനൊക്കെ കെട്ടിയാൽ അത് അതുപോലെ തന്നെ. എസ്പെഷ്യലി നമ്മളൊരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടർബൻ കെട്ടുന്നതും ആ ഒരു അങ്ങനെ എത്ര ടെർബനൊക്കെ കെട്ടുമ്പോൾ പല ചുറ്റലൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടെർബനൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരിക്കും, നമുക്കൊരു കംഫർട്ടായിരിക്കില്ല, നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ഈ ഒരു സ്കാർഫ് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കോണ് ഇതുപോലെ തന്നെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ജലദോഷം തൊണ്ടവേദനയൊക്കെ വന്നിട്ട് ആകെ ഡെസ്പായിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഊട്ടി ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകെ ഒരു പനിയും ജലദോഷവും അതൊക്കെ ആയിരുന്നു. അതാണ് കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം, സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു കോണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ട് ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എനിക്ക് 100% ഉറപ്പാട്ടോ. കാരണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ആരുടെ കയ്യിലും ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരം സ്കാർഫ് ആണെങ്കിലും ഇപ്പോൾ ഷിഫോണിൻ്റെ ആയാലും കോട്ടൻ്റെ ആയാലും ഏതായാലും നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കാർഫ് നമ്മൾ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴും അതുപോലെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഞാൻ ഈ ഒരു സ്കാർഫ് ഇപ്പോൾ വെറുതെ അങ്ങ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും നമ്മളുടെ അണ്ടർ സ്കാർഫോ ഒന്നും വെച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. ഈ ഒരു ഇരുത്തത്തിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇടാം, നിൽക്കും, കുറച്ചു നേരമൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ മക്കളായിട്ട് പുറത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ഇതുപോലെ ഇങ്ങനെ നിൽക്കണം എന്നില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രതിമനെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പം നിൽക്കും എന്നല്ലാതെ നമ്മൾ കുട്ടികളും മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീരെ നിൽക്കൂല ഇതേപോലെ അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് വലിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അപ്പം നമുക്ക് ഇതൊന്ന് അഴിച്ചിട്ട് എങ്ങനെയാണത് ചുറ്റേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോൾ സ്കാർഫ് എടുക്കുകയാണെങ്കിലും സ്കാർഫ് നമ്മൾ കോണായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീതിക്ക് വേണം കേട്ടോ ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ. നമ്മൾ ഇതിൽ കുറഞ്ഞ ഒരു വീതി ഇത്ര കണക്കിന് വീതി എടുത്താലും ഇത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല, നമ്മളുടെ കോണ് ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഓവറായിട്ട് എടുത്താലും ഇത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കൂല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഒരു വീതിയിൽ നമ്മൾ സ്കാർഫ് എടുക്കാനായിട്ട് നോക്കുക. ഏത് സ്കാർഫ് ആയാലും ഏത് മെറ്റീരിയൽ ആയാലും ഈ ഒരു വീതിയിൽ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി ഇടാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മളുടെ സ്കാർഫ് ഈ ഒരു വീതിയിൽ എടുത്തതിന് ശേഷം നമ്മൾ സ്കാർഫ് ചുറ്റാനായിട്ട് നിൽക്കുക. അപ്പോഴേ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോൺ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ കോൺ ഷേപ്പ് കിട്ടാൻ അതാണ് ടിപ്പ്. ഇനി നമ്മൾ ഈ കോൺ ഷേപ്പ് നമുക്ക് കുറച്ച് ടൈം നിൽക്കാൻ വേണ്ടിയിട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കൊന്നും ഇറങ്ങി വരാതെ കുറച്ച് ടൈം അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വേറെ ഒന്നും വേണ്ട, നമ്മളുടെ ഈ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും പാഡ് അല്ലേ, നമ്മുടെ സ്ത്രീകളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ അയ്യെന്നൊന്നും കരുതണ്ട, കാരണം നമുക്ക് ഇതില്ലെങ്കിൽ സ്ത്രീ ഇല്ല അല്ലേ എന്ന് തന്നെ പറയാം. നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്, സാനിറ്ററി പാഡ്. അപ്പോൾ ഈ ഒരു പാഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാഡിന് ഇതുപോലെ ഇങ്ങനെ ഒരു സെക്ഷനാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു പാഡിൻ്റെ നമുക്ക് ഒരു കത്രിക ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു ഭാഗം ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സൈഡ് മാത്രം മതി കേട്ടോ. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഹെയറിൽ, ഇപ്പോൾ ഞാനിപ്പോൾ അണ്ടർ സ്കാർഫ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെയർ മൊത്തം കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അണ്ടർ സ്കാർഫ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു പശ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടോ
ഈ ഒരു ഭാഗത്തായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ അണ്ടർ സ്കാർഫിന് മീതെ ഇത് ഇടാം. ഇനി അഥവാ ഇത് നേലടിക്കണ ഷോളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ വൈറ്റ് ഷോളും ബ്ലാക്ക് ഷോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് എടുത്ത് കാണിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാഡ് മുടിയിൽ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് അണ്ടർ സ്കാർഫ് ഇടാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടർബന്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാണ്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീതിക്ക് എടുത്ത ഷോള് ഇതുപോലെ ഇങ്ങനെ ഇടുക. ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മളുടെ ഈ ഒരു താടിയുടെ ഇവിടെ കൊണ്ട് ഇങ്ങനെ കുത്തിയതിന് ശേഷം ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഇനി ഏത് മോഡലാണോ വേണ്ടത് വെച്ചാൽ ആ മോഡലിൽ നമുക്ക് പിന്ന് കുത്തിയിട്ടോ കുത്താതെയോ എങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു കോണിൻ്റെതാ ഇവിടെ ഇല്ലേ, ഇതാ കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നുള്ളി പിടിക്കുക. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു പാഡിന്റെ മീതെയാണ് ഈ ഒരു കുത്തൽ വരുന്നത്. ഈ പാഡിന്റെ പുറത്താണ് ഈ ഒരു കുത്തൽ വരിക. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതവിടെ ആ ഒരു മുട്ട് നമുക്ക് അതുപോലെ തന്നെ നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, അതുപോലെ തന്നെ നിന്നു. ഇനി വേണമെങ്കിൽ ഈ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്ക് ഈ ബാക്ക് ഭാഗത്തില്ലേ ഇവിടെ ആയിട്ടും ഒരു പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സ്കാർഫ് ഇരിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചുറ്റിയിടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അത് നമ്മളെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു കോണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടർബൻ ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി പൊന്തി നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പാഡിന് പകരം 2 or 3 പാഡ് നിങ്ങൾക്ക് വെച്ചാൽ ആ ഒരു പൊന്തലും കിട്ടും. മാത്രമല്ല നമ്മുടെ ഈ ചെവിയൊന്നും ടർബനൊക്കെ കെട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ചെവിയൊക്കെ ഒന്ന് മൂടി ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കും. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു അൺകംഫർട്ടാണ് അതൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു പാഡ് ഈ ഒരു ഇത്ര വീതിയിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീതിയായിട്ട് ഒരു 2-3 പാഡ് ഒട്ടിച്ചിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഉയരത്തിൽ നിൽക്കും ചെയ്യും, ഒരു ടർബൻ കെട്ടിയ ഒരു ഇതുണ്ടാവും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 ടിപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. നമ്മൾ ഈ ഒരു പാഡിലാണല്ലോ കുത്തുന്നത്, അതുകൊണ്ട് തന്നെ അത് കുറേ നേരം ആ മുട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ. മാത്രമല്ല ഈ ഒരു നമ്മളുടെ പാഡ് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാനും അത്ര പെട്ടെന്ന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിലൂടെ പറയണം. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും എല്ലാ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റിൽ പറയണം കേട്ടോ. നമ്മുടെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വേറൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.